ചാക്കിൽ കെട്ടിയ പണം, കെട്ടുകണക്കിനുള്ള കോടിക്കണക്കിനുള്ള പണം, രാത്രിക്ക് രാത്രിയുള്ള കടത്ത്. ഇതാ CPM-ന്റെ പുതിയ കൊള്ള കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. 1 തൊട്ട് 3 വരെ എന്നാണ് കെട്ടുകേൾവിയുള്ളത്. അങ്ങനെയാണ് എങ്കിൽ VS അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് നയിച്ച 2016 തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി മുഖ്യമന്ത്രി അധികാരമേൽക്കുകയാണ്. അവിടെ VS-നെ മൂലക്കിരുത്തിയത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് പിണറായിയുടെ 1ാം ഭരണം തുടങ്ങുന്നത്. ആഭ്യന്തര വകുപ്പ് അടക്കം തന്റെ വരുതിയിൽ വരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ CPM പടയും തന്റെ ആദ്യ ഊഴത്തിൽ എന്തൊക്കെ എവിടെ നിന്നൊക്കെ കക്കാമെന്ന് ആദ്യം തന്നെ കണക്ക് കൂട്ടി വെച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 കിറ്റ് നൽകി ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു പാട്ടിലാക്കി 2ാം ഊഴവും അവർ തരപ്പെടുത്തി. അവിടെ 1ാം ഊഴത്തിലെ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെ തട്ടിപ്പിനെ വെട്ടിപ്പിനെ കൊള്ളയെ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. ഇനി അവർക്ക് വേണ്ടത് 3ാം ഊഴമാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും ഒക്കെ ഒന്ന് മൂടി വെക്കാൻ. അതുകൊണ്ടാണ് 1 മുതൽ 3 വരെ എന്ന് പറയാനും കാരണം. 1 പ്ലാൻ തയ്യാറാക്കൽ, 2 അതനുസരിച്ചുകൊണ്ട് കൊള്ള നടത്തൽ, 3 അത് മൂടി വെക്കാനുള്ള നോക്കൽ. എന്നാൽ അവസാന വർഷത്തിന്റെ 4ാമത്തെ വർഷം വരെ എന്തൊക്കെ ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ കോട്ടങ്ങൾ ഒന്നും തന്നെ പിണറായിക്കോ കൂട്ടർക്കോ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നതോടെ 3ാം ഊഴത്തിന്റെ ആദ്യ ചുവട് പിണറായിക്ക് തെറ്റി. അതിനു മുൻപ് മകൾ വീണ വിജയനെതിരെയുള്ള തട്ടിപ്പിന്റെ കഥ പൊളിഞ്ഞത് അവിടെ അങ്ങനെ തന്നെ നിലയുറപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്തായാലും പിന്നീടാണ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിവേര് തന്നെ തോണ്ടി എന്ന് പറയാം. അതിനു പിന്നാലെ ഇപ്പോഴിതാ ഭരണകക്ഷിയായ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വൻ വെളിപ്പെടുത്തലുകളാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് പുറത്തു വരുന്നത്. കർഷകരുടെ ഉന്നമനത്തിനായി തുടങ്ങിയ ഒരു സ്ഥാപനം എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള താവളമായി മാറിയതെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സൊസൈറ്റിയിലെ ജീവനക്കാരനായ നൌഷാദ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രതിസന്ധിയല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു തട്ടിപ്പാണെന്ന സൂചനയാണ് പുറത്തു വരുന്ന ഓരോ ദൃശ്യങ്ങളും നൽകുന്നത്. 1999 വയനാട്ടിലെ കർഷകർ മുൻകൈയെടുത്ത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സൊസൈറ്റി രൂപീകൃതമായത്. പശു വളർത്തുന്നവർക്കും മറ്റു കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഒരു ബദലായിട്ടാണ് ബ്രഹ്മഗിരി സഹകരണ സ്ഥാപനം വരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ CPM-ന്റെ കയ്യിലുള്ള ഈ സ്ഥാപനവും വൻ തട്ടിപ്പ് കേന്ദ്രമായി എന്നാണ് പുറത്തു വരുന്നത്. കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പിന് പിന്നാലെ CPM നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ വിവാദമായി ഇത് മാറിക്കഴിയുകയാണ്. 2021 സൊസൈറ്റിയിൽ നടന്ന ദുരൂഹമായ ഇടപാടുകളുടെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ചാക്കുകളിൽ കെട്ടുകളായി പണം എത്തിച്ച് സൊസൈറ്റിയിലെ സാധാരണക്കാരായ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചത് വെളുപ്പിച്ചു എന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായ ആരോപണം. താൻ ഇതിന് നേരിട്ട് സാക്ഷിയാണ് എന്നും ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും പറയുന്ന നൌഷാദ് ഈ പണം ആരുടേതാണ് എന്നും എവിടെ നിന്ന് വന്നതാണ് എന്നും വലിയ ചോദ്യങ്ങൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രഹരമാണ്. കാരണം ബ്രഹ്മഗിരി സൊസൈറ്റി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ P കൃഷ്ണപ്രസാദ്, CK ശശീന്ദ്രൻ തുടങ്ങിയവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇവരൊക്കെ MLA-മാരുമായിരുന്നു. പാർട്ടി സംവിധാനത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും വലിയ അഴിമതിയും നിയമവിരുദ്ധ ഇടപാടുകളും നടത്തുന്നു എന്ന് നേതൃത്വത്തിന് നിഷേധിക്കാൻ അതുകൊണ്ടൊന്നും പറ്റില്ല. സാധാരണക്കാരായ നിക്ഷേപകരുടെയും കർഷകരുടെയും കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായി കിടക്കുമ്പോഴാണ് മറുവശത്ത് ഇത്തരത്തിൽ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന ആരോപണം വരുന്നത്. വെളിപ്പെടുത്തലുകൾ നടത്തിയ നൌഷാദ് തന്നെ ഒരു നിക്ഷേപകനാണ്. തന്റെയും കുടുംബത്തിന്റെയും ഏക സമ്പാദ്യമായ ലക്ഷങ്ങൾ തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത് പാർട്ടിയെ വലിയ രീതിയിൽ നാണം കെടുത്തുന്നുണ്ട്. ഇത് വെറും ഒരു സാമ്പത്തിക തകർച്ചയല്ല, മറിച്ച് ആസൂത്രിതമായ വഞ്ചനയാണെന്ന ബോധ്യം ജനങ്ങൾക്കിടയിൽ പടരാൻ പോലും ഈ സംഭവം ഒരു കാരണമായി. സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മലബാർ മീറ്റ്, വയനാടൻ ചിക്കൻ തുടങ്ങി പദ്ധതികൾ കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ ഇന്ന് 600ഓളം നിക്ഷേപകരുടെ 100 കോടിയിലധികം രൂപ സൊസൈറ്റിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കർഷകർക്ക് നൽകാനുള്ള കോടികളുടെ കുടിശ്ശിക വേറെയും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുറത്തു വന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം കേസ് കേന്ദ്ര ഏജൻസിയായ
ഇഡിയിലേക്കും ഇൻകം ടാക്സിലേക്കും എത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒന്നോർക്കണം, ഇന്നലെ 110ഓളം ഇഡി ഉദ്യോഗസ്ഥർ 21 ഇടങ്ങളിലാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയുടെ തട്ടിപ്പിന്റെ ബാക്കി പത്രങ്ങൾ എവിടെയൊക്കെ, ആരുടെയൊക്കെ വീട്ടിൽ, ഏതൊക്കെ താവളങ്ങളിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയാൻ. അതിനു പിന്നാലെയാണ് CPMന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരിടത്തിലേക്ക് വീണ്ടും ഇഡി വരുമോ എന്ന് പറയുന്നത്. കരുവന്നൂരിൽ വരുന്നു, സ്വർണ്ണക്കൊള്ളയിൽ വരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ തേടി ഇഡി നോട്ടീസ് വരുന്നു. അതിനൊക്കെ പിന്നാലെ ഇതാ അവസാന ലാപ്പിലേക്ക്, അവസാന മിനിറ്റിലേക്ക് 100 ദിവസം പോലും ബാക്കിയില്ലാതിരിക്കുമ്പോൾ പിന്നെയും ഇഡി വരികയാണ് ബ്രഹ്മഗിരിയിലേക്ക്. കരുവന്നൂരിലെ പോലെ പാർട്ടി നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടിയാകും. പ്രത്യേകിച്ച് വയനാട് പോലുള്ള ജില്ലകളിൽ കർഷകരുടെ രോഷം വോട്ടായി മാറുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. ഒരു ബദൽ സാമ്പത്തിക മാതൃകയായി CPM ഉയർത്തിക്കാട്ടുന്ന ബ്രഹ്മഗിരി ഇന്ന് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അടയാളമായി മാറിയിരിക്കുന്നു. ചാക്കിൽ പണം എത്തിച്ചവർ ആരെന്നും ആ പണം എങ്ങോട്ട് പോയെന്നും വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഏതായാലും സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ വലിയ തോതിൽ തകർത്തിട്ടുണ്ട്. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത CPM നേതൃത്വത്തിനും സർക്കാരിനുമാണ്. തങ്ങളുടെ ചോര നീരൊഴുക്കി ഉണ്ടാക്കിയ പണം നഷ്ടപ്പെട്ട കർഷകർക്കും നിക്ഷേപകർക്കും മുന്നിൽ രാഷ്ട്രീയ വിശദീകരണങ്ങൾ കൊണ്ട് മാത്രം പാർട്ടിക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് വസ്തുത.